നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത് കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കൾക്കായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സോദരൻ ഹല്ലേലൂയ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ശരണപ്പെടുന്നത് യോനായുടെ പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ സംസാരിക്കാൻ ശരണപ്പെടുന്നത് യോനായുടെ പുസ്തകം എല്ലാവർക്കും മനഃപ്പാഠമാണ്, കാണാപ്പാഠം. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ യോനായുടെ പുസ്തകത്തിൽ എൻ്റെ ഒരു സംക്ഷിപ്ത രൂപം പ്രസ്താവിക്കാനാണ് ഞാൻ ശരണപ്പെടുന്നത്. യോനായുടെ പുസ്തകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആദ്യം ഓടി വരുന്നത് യോനായെ തിമിംഗലം വിഴുങ്ങി 3 ദിവസത്തിന് ശേഷം കരയ്ക്ക് ഛർദ്ദിച്ചതും നിനവെ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പറയുന്നതും നിനവേക്കാർ രക്ഷിക്കപ്പെടുന്നതും ഒക്കെയാണ്. ഹല്ലേലൂയ. ഈ യോനയെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുന്നത് 2 രാജാക്കന്മാർ 14-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലാണ് അമിത്ഥായിയുടെ മകനായ യോനയെക്കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരു ചെറിയ പ്രവാചകനാണ് യോന. യോന എന്ന വാക്കിൻ്റെ അർത്ഥം ഡോവ് എന്നാണ്, പ്രാവ് എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. അമിത്ഥായി എന്ന വാക്കിൻ്റെ അർത്ഥം ട്രൂത്ത് എന്ന സത്യം. നിനവെ എന്ന് പറഞ്ഞ പട്ടണത്തിൻ്റെ പേരിൻ്റെ അർത്ഥം പാർപ്പിടമെന്ന. തർശീശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകാന്തമെന്ന. ഈ പുസ്തകം വേദപുസ്തകത്തിലെ 32-ാമത്തെ പുസ്തകമാണ് യോനയുടെ പുസ്തകം. 4 അധ്യായങ്ങൾ 48 വാക്യങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന യോന പ്രവാചകന്റെ പുസ്തകം BC 760 കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 760 കാലഘട്ടം. ദൈവത്തിൻ്റെ അരുളപ്പാട് യോനായ്ക്ക് ഉണ്ടായത്, നീ പുറപ്പെട്ട് എന്ന് നിനവയ്ക്കെതിരായി പ്രസംഗിക്കണം, കാരണം അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിനവെ എന്ന് പറഞ്ഞ പട്ടണം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം പാർപ്പിടമെന്നാണ്. ഈ പട്ടണത്തിൽ 1,20,000 ചില്ലുവാനും ആൾക്കാർ ആ പട്ടണത്തിലുണ്ടെന്ന് ഈ പുസ്തകം തന്നെ നമ്മളോട് വെളിവാക്കുന്നു. ഭയങ്കരമായ അക്രമങ്ങളും അനീതികളാലും അഴിഞ്ഞാടുന്ന ഒരു പട്ടണമായി മാറി ഈ നിനവെ പട്ടണം. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ധാരാളമായ സാമ്പത്തിക ഭദ്രതകൾ ആ പട്ടണത്തിനുണ്ടായിരുന്നു. 2, ആ പട്ടണത്തിന് ചുറ്റും വലിയ ഒരു കോട്ട പണിതിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം 100 അടി ഉയരത്തിലായിരുന്നു നിനവെ പട്ടണത്തിന് ചുറ്റുമുള്ള കോട്ട പണിതിരുന്നത്. 3 രഥങ്ങൾക്ക് ഒരുപോലെ സഞ്ചരിക്കാവുന്ന ആ കോട്ടയുടെ മുകളിലെ വീതി അപ്രകാരമുള്ളതായിരുന്നു. 3 രഥങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അപ്പം വളരെയധികം സുരക്ഷിതവും സാമ്പത്തിക ഭദ്രതയും ഉള്ള ഈ നിനവെ പട്ടണം ദൈവത്തിൽ നിന്നകന്ന്, പ്രമാണത്തിൽ നിന്നൊക്കെ അകന്ന്, സ്തോത്രം, പ്രത്യേകിച്ച് ആ പട്ടണം ഒരു വിജാതീയരുടെ പട്ടണമായിരുന്നു നിനവെ പട്ടണം. ആ നിനവെ പട്ടണം എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടണം, അത് ദൈവത്തിലാകണം എന്ന് ദൈവം ചിന്തിച്ചിട്ടാണ് തൻ്റെ പ്രവാചകനോ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. എന്നാൽ നമ്മളവിടെ വായിക്കുന്നു, യോന യാഫോവിലേക്ക് ചെന്ന് അവിടെ കപ്പൽ കണ്ടു, അതിലേക്ക് കയറി നിനവെ തർശീശിലേക്ക് യാത്രയായി.
നിനവയിലേക്ക് പോകേണ്ട പ്രവാചകൻ തർശീശിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഏകദേശം യാഫോവിൽ നിന്ന് 500 മൈൽ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് നിനവെ പട്ടണം. എന്നാൽ ഈ 500 മൈൽ ദൂരമുള്ള നിനവയിലേക്ക് പോകാതെ അതിൻ്റെ എതിർ ദിശയിലുള്ള പടിഞ്ഞാറോട്ട് 2000 മൈൽ ദൂരമുള്ള തർശീശിലേക്ക് ആണ് താൻ പോകുവാൻ കപ്പൽ കയറിയിരിക്കുന്നത്. ഒന്ന്, യോനായ്ക്ക് നിനവയിൽ ചെന്ന് പ്രസംഗിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അത് ഒരു വിജാതീയ പട്ടണമാണ്. ദൈവജനങ്ങൾക്ക് ശത്രുക്കളായിട്ടുള്ള ഒരു ദേശമായിട്ടാണ് പ്രവാചകൻ അതിനെ കണക്കാക്കുന്നത്. രണ്ടാമത്തെ യോനായുടെ പ്രശ്നം, ഇസ്രായേലിൽ ഇരുന്നോ ഇസ്രായേലിൽ തന്നെയോ ഇരുന്നാണ് പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ടാണ് ദൈവം അരുളപ്പാട് കൊടുത്തത്. നിനവയിൽ ചെന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ വിജാതീയരുടെ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് പ്രസംഗിക്കണം. ഇതിനു മുമ്പ് താൻ പ്രസംഗിച്ചിട്ടുള്ളതെല്ലാം ഇസ്രായേലിലിരുന്നാണ്. പ്രത്യേകിച്ച് താൻ എന്തെല്ലാം പ്രവചിച്ചിട്ടുണ്ടോ അതെല്ലാം വാസ്തവമായി സംഭവിച്ചിട്ടുള്ളതുമാണ്. പ്രവാചകന്റെ പ്രശ്നം ഇതാണ്, ആർക്കും കൊടുക്കാത്തൊരു ദൗത്യമാണ് ദൈവം തനിക്ക് തന്നത്. വിജാതീയരുടെ ഇടയിലേക്ക് എന്ന് അതിന് എതിരായി പ്രസംഗിക്കുക. ഇതാണ് യോനായ്ക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളത്. സ്തോത്രം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഒന്നാമത് യോനായ്ക്ക് പറ്റിയത് റോങ് ഡിസിഷൻ, തെറ്റായ തീരുമാനം. ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ യാത്ര കർത്താവിനോടുള്ള വാസസ്ഥലമാണ്. നമ്മുടെ നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അതിനിടയിൽ തെറ്റായ തീരുമാനങ്ങൾ ദൈവമക്കൾ കൈക്കൊള്ളരുത്. യോനായ്ക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നമാണ് തെറ്റായ തീരുമാനം. 500 മൈൽ ദൂരമുള്ള നിനവയിലേക്ക് പോകേണ്ടതിന് പകരം 2000 മൈൽ ദൂരമുള്ള തർശീശിലേക്കാണ് തൻ്റെ യാത്ര. ഇന്നും ആത്മീയ ഗോളത്ത് ആത്മീയരെന്ന് അഭിമാനിക്കുന്ന പലരും തെറ്റായ ഡിസിഷനിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തെറ്റായ തീരുമാനത്തിൽ കൂടാണ് കടന്നു പോകുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. യോന തെറ്റായ തീരുമാനമെടുത്തത് കൊണ്ട് യോന തീരുമാനിച്ച് പോയ സ്ഥലത്ത് യോനയ്ക്ക് എത്തപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ദൈവ പൈതലായ ഞാനും നിങ്ങളും തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ചും ദൈവത്തിൻ്റെ ഹിതപ്രകാരവും ആയിട്ടുള്ള തീരുമാനത്തിന് വിധേയപ്പെടുവാൻ ദൈവമക്കളെ ഒരുക്കമുള്ളവർ ആയിരിക്കട്ടെ. രണ്ടാമത്തെ യോനായ്ക്ക് പറ്റിയത് ദ റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ്, തെറ്റായ ചെലവിടൽ. 500 മൈൽ ദൂരമുള്ള നിനവയിലേക്ക് പോകുവാൻ കപ്പൽ കൂലി കൊടുക്കേണ്ടതിന് പകരം 2000 മൈൽ ദൂരമുള്ള തർശീശിലേക്കുള്ള കപ്പൽ കൂലിയാണ് താൻ നൽകിയത്. അപ്പോൾ റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ്, തെറ്റായ ചെലവിടൽ. ഇന്നും ആത്മീക കോളത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, ദൈവവേല ചെയ്യുന്നു, ചെലവിടുന്നു എന്നൊക്കെ പറയുന്നവരെ പലതും റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ് ആണെന്ന് മനസ്സിലാക്കാതെയാണ് ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞിട ചങ്ങനാശ്ശേരി കൊണ്ടൂർ ബാക്ക് വാട്ടേഴ്സിൽ ഒരു വിവാഹത്തിന് പോയി. പെന്തക്കോസ്തുകാരുടെ കല്യാണമല്ലായിരുന്നു, ഒരു മർത്തോമക്കാരുടെ കല്യാണമായിരുന്നു. പെർ ഹെഡിന് 1000 രൂപയായിരുന്നു.
നൗഷാദ് കാറ്ററിംഗ് തിരുവല്ല അവരായിരുന്നു അതിൻ്റെ കാറ്ററിംഗ് സർവീസ്. 1000 രൂപയായിരുന്നു പെർ ഹെഡ്. വിവാഹം കഴിച്ച പെൺകുട്ടി ഡോക്ടറാണ്, വിവാഹം കഴിച്ച വരനും ഡോക്ടറാണ്. ഒരു 500 രൂപയിൽ ഒതുക്കാമായിരുന്ന ഒരു കാറ്ററിംഗ് സർവീസ് 1000 രൂപ ചെലവിടുക. ആൾക്കാർ വല്ലതും കഴിക്കുന്നുണ്ടോ? അതില്ല. വിളിച്ച 500 പേര് തന്നെ വന്നിട്ടുണ്ടോ? അതില്ല. ആ ഫുഡെല്ലാം കൂടെ കാറ്ററിംഗുകാർ കൊണ്ടുവന്ന് എവിടെങ്കിലും കൊണ്ടുവന്ന് മീൻ വളർത്തുകാർക്കോ അങ്ങനെയൊക്കെ കൊണ്ട് കളയുകയാണ്. തെറ്റായ ചെലവിടൽ. 500 മൈൽ ദൂരമുള്ള കൂലി കൊടുക്കേണ്ടതിന് പകരം 2000 മൈൽ യാത്ര ചെയ്യാനുള്ള കൂലി കൊടുത്ത് കപ്പലിൽ യാത്ര ചെയ്യുക. ദൈവത്തിൻ്റെ മക്കളെ, നന്മ എപ്രകാരം നാം വിനിയോഗിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്തോത്രം. തരുന്ന നന്മ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, നമുക്ക് ഇഷ്ടം പോലെ ചെലവാക്കാനുള്ളതല്ല. ദൈവനാമത്തിന് വേണ്ടി ചെലവിടണം, പക്ഷേ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. നമുക്ക് ബോധിച്ചതുപോലെ ചെലവാക്കാനല്ല ദൈവം നമുക്ക് നന്മകൾ തന്നിരിക്കുന്നത്. അതുകൊണ്ട് യോനായ്ക്ക് പറ്റിയ 1 2 തെറ്റുകൾ നമുക്ക് വരാതിരിക്കട്ടെ. റോങ് ഡിസിഷൻ, റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ്. 3-ാമത്തേത് റോങ് ഡയറക്ഷൻ, തെറ്റായ ലക്ഷ്യം. 1-ാമത് തെറ്റായ തീരുമാനമാണ്, 2-ാമത് തെറ്റായ ചെലവിടലാണ്, 3-ാമത് തെറ്റായ തീരുമാനം. സ്തോത്രം. തെറ്റായ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്? എഫേസ്യ ലേഖനത്തിനകത്ത് നാം വായിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പഴയ കാലത്തെ അപ്പച്ചന്മാർ ചിലപ്പോൾ 90 100 വരെയൊക്കെ ഇപ്പോൾ സ്തോത്രം അവർക്ക് ജീവിച്ചിട്ടുള്ളവരുണ്ട്, ജീവിക്കുന്നവരുമുണ്ട്. എൻ്റെ ഒരു പേരപ്പനായിട്ട് വരും ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ MB വരയിച്ചൻ പാസ്റ്റർ. സ്തോത്രം. ഞങ്ങളൊരു കുടുംബത്തിലെയാണ്, എൻ്റെ ഒരു പേരപ്പനാണ്. സ്തോത്രം. MB വരയിസ് പാസ്റ്റർ 100 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ചു, ഓടി. അത് ലാഭമായി തീർന്നു. സ്തോത്രം. അദ്ദേഹം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചെല്ലും, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം തെറ്റരുത്. ഈ ലോകത്തിൻ്റെ വകകൾ ചപ്പും ചവറും എന്നൊക്കെ എണ്ണണം. സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരമായിരിക്കണം. ദൈവത്തിൻ്റെ പൂർണ്ണഹിതം തിരിച്ചറിഞ്ഞ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള യാത്ര തുടരുവാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുക. അതുകൊണ്ട് യോനായ്ക്ക് പറ്റിയ തെറ്റുകൾ നമുക്ക് വരരുത്. 1, റോങ് ഡിസിഷൻ. 2, റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ്. 3, റോങ് ഡയറക്ഷൻ. 4-ാമത്തെ കാര്യമാണ് റോങ് ആറ്റിറ്റ്യൂഡ്, തെറ്റായ മനോഭാവം. സ്തോത്രം. ഈ പുസ്തകത്തിൽ തിമിംഗലം എന്ന് പറഞ്ഞ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ചെറുപ്പകാലത്ത് സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തിമിംഗലം എന്നൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. ഇവിടെ ഒരു വലിയ മത്സ്യമെന്ന് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ, ഗ്രേറ്റ് ഫിഷ്. ആ വലിയ എന്നുള്ളത് പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വലിയ കാറ്റ്, സ്തോത്രം, അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ദൈവത്തിന് മനസ്സലിവ് തോന്നി, പലരോടും മനസ്സലിവ് തോന്നി. കാരണം കപ്പൽ യാത്രക്കാരോട് തോന്നി, യോനായോട് തോന്നി. സ്തോത്രം. നിനവേക്കാരോടും കർത്താവിന് മനസ്സലിവ് തോന്നിയിട്ടാണ് ദൈവം ആലോചന അറിയിച്ചത്. ഹല്ലേലൂയ.
വലിയ കാറ്റും കോളും വന്ന് കപ്പൽ തകരുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോഴും കപ്പലിലുള്ള മറ്റാൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ, വിജാതീയരായ ആൾക്കാർ അവരുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകനായ യോന പ്രാർത്ഥിക്കുന്നില്ല, യോന ഉറങ്ങുകയാണ്. റോങ് ആറ്റിറ്റ്യൂഡ്, തെറ്റായ മനോഭാവം. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? സ്തോത്രം. ആവശ്യങ്ങൾക്ക് മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ ഞാനും നിങ്ങളും? പ്രാർത്ഥനയുടെ വലിയൊരു ലിസ്റ്റ് ദൈവത്തിലേക്ക് സമർപ്പിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണോ? അതോ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാണോ? സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? കുടുംബങ്ങൾക്ക്, കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ ഞാനും നിങ്ങളും? നശിച്ചു പോകുന്ന ജീവിതങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ അധിവസിക്കുന്ന രാജ്യത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഭാരമുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇന്ന് നമുക്കൊന്ന് ശോധന ചെയ്യാം. നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കുന്നു? നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയരുതെന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതിനൊപ്പം മറ്റു ചില ദൗത്യം കൂടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ മറക്കരുത്. അങ്ങനെ മറക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് റോങ് ആറ്റിറ്റ്യൂഡാണ്, തെറ്റായ മനോഭാവമാണ്. അതുകൊണ്ട് ഇന്ന് ഒന്ന് ശോധന ചെയ്യണം. യോനായ്ക്ക് പറ്റിയ തെറ്റുകൾ: റോങ് ഡിസിഷൻ, റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ്, റോങ് ഡയറക്ഷൻ, റോങ് ആറ്റിറ്റ്യൂഡ്. ഈ 4 കാര്യങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലൊരു ബോധം തരട്ടെ. ഏതെങ്കിലും വിധത്തിൽ ഇതിലൊന്നിൽ നമ്മൾ പരാജിതരാണെങ്കിൽ കർത്താവിനോടുള്ള വാസം നമുക്ക് അന്യമാണ്. നല്ല രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്, സ്തോത്രം, കർത്താവിനൊരു അസറ്റ ആയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. മലാക്കി പറയുന്നു, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവരെനിക്കൊരു നിക്ഷേപമാണ്, ട്രഷറാണ്. ഞാനും നിങ്ങൾ ദൈവത്തിൻ്റെ ട്രഷറാകണമെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുമ്പോട്ട് പോകുന്നവരായിരിക്കണം. ഇനി ഒരു 4 കാര്യം കൂടെ ചെറിയ സമയപരിധിക്കുള്ളിൽ ഓർപ്പിച്ചിരിക്കാൻ ശരണപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് യോനായ്ക്ക് ഇങ്ങനെയൊക്കെ തെറ്റിൽ വരാൻ കാരണം? സംഭവിക്കാൻ കാരണം എന്താ? ഒന്ന്, ദൈവവചനത്തോടുള്ള തെറ്റായ മനോഭാവം. റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോടുള്ള തെറ്റായ മനോഭാവമാണ് യോനായ്ക്ക് തെറ്റുപറ്റിയത്, തെറ്റിലേക്ക് നയിക്കുവാനിടയായത്. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വചനത്തോടുള്ള മറുതലിപ്പ്. ഇതുപോലെയാണ് ഇന്നത്തെ കാലത്തും ആത്മീയ കോളത്തിൽ പല ദൈവമക്കളുമുണ്ട്. തെറ്റായ മനോഭാവത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ. സ്വതന്ത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വചനത്തോടുള്ള മറുതലിപ്പ്. രക്ഷിക്കപ്പെടുന്ന കാര്യം പലരോടും പറയുമ്പോൾ, അല്ലെങ്കിൽ സ്നാനപ്പെടുന്ന കാര്യം ആരോടെങ്കിലും പറയുമ്പോൾ, മാനസാന്തരത്തിലേക്കുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ അവരുടെ മനോഭാവം വളരെ വിഭിന്നമാണ്. അവരോട് നിത്യതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവരംഗീകരിക്കത്തില്ല പലരും. അങ്ങനെ അവർക്ക് രക്ഷ അന്യം നിന്ന് പോവുകയാണ്. നാശകരമായ നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പലരും. ഈ ചാവുകടലിനെ കുറിച്ച് ഒരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഹെർമോൻ പർവ്വത നിരകളിൽ നിന്ന് മഞ്ഞ് പെയ്ത് പർവ്വത നിരകളിൽ നിന്ന് ഉരുകി ഒലിച്ച് താഴേക്ക് വന്ന് മെരോം തടാകത്തിൽ വന്ന് അവിടെ നിന്ന് അത് യോർദാൻ നദിയിൽ കൂടെ ഒഴുകി അവസാനം വന്ന് ചേരുന്നത് ചാവുകടലില്ല. ഹെർമോന്യ മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഹെർമോൻ പർവ്വതം എന്ന് പറഞ്ഞാൽ തന്നെ 9,000 അടി ഉയരത്തിൽ നിൽക്കുന്നതാണ്. അത് തൊട്ടു താഴെയാണ് മെരോം തടാകം. അപ്പം വളരെ ഉയരത്തിൽ അശുദ്ധി കലരാതെ നിർമ്മലമായ മലിനമില്ലാത്ത ഹിമപാളികൾ, മഞ്ഞുകൾ ഉരുകി ഒലിച്ച് പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ, വിശുദ്ധമായ അന്തരീക്ഷത്തിൽ നിന്നും ഉത്ഭവിച്ച് താഴേക്കൊഴുകി മെരോം തടാകത്തിൽ കൂടെ വന്ന് യോർദാൻ നദിയിൽ കൂടെ കടന്ന് അവസാനം ചാവു കടലിൽ വന്ന് അവസാനിക്കുന്നതാണ് ഹെർമോന്യ മഞ്ഞ്. എന്ന് പറഞ്ഞതുപോലെയാണ് പല ഉന്നത കുടുംബങ്ങളിലും ജനനം. പേരുകേട്ട തറവാട്ടിലാ ജനനം, പേരുകേട്ട കുടുംബത്തിലാ ജനനം. പക്ഷേ ഈ ലോകത്തിൻ്റെ മോഹങ്ങളാകുന്ന മെരോം തടാകത്തിലും ഈ ലോകത്തിൻ്റെ അശുദ്ധി കലർന്ന യോർദാൻ നദിയിൽ കൂടെയുമൊക്കെ കടന്നു വന്ന് ജീവനില്ലാത്ത ചാവുകടലിൽ അവസാനിക്കുകയാണ്. പലരും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട്, ദ്രവ്യാഗ്രഹത്തിൽപ്പെട്ട്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, പലരും ആമേൻ നാശകൂപത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും അങ്ങനെ ആയിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ദൈവ വചനത്തിലുള്ള ആശ്രയം, ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ. റോങ് ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല ദൈവവചനത്തോട്. അതുപോലെ തന്നെ ആമേൻ യോനായ്ക്ക് പറ്റിയത്, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള തെറ്റായ മനോഭാവം യോനായ്ക്ക് നിനവയോട് എന്തോ ഭയങ്കര വൈരാഗ്യമാണ്. എന്തോന്ന് ചോദിച്ചാൽ, അവരെ രക്ഷിക്കപ്പെട്ടാൽ സ്തോത്രം ദൈവജനത്തിന് ദോഷമാണെന്നൊക്കെയാണ് യോനായുടെ ധാരണ. സ്തോത്രം, തെറ്റായ, നമുക്കുകൊണ്ട് ഇങ്ങനെ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളോട് പൊറുക്കാൻ കഴിയാത്ത വിരോധം നമ്മുടെ ഉള്ളിലുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികളോട് ചിലപ്പോൾ അതുണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ നിരത്തി വെക്കാം. പക്ഷേ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ഒരു ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ സമൂഹത്തോട് നല്ല പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ദൈവമാണ് അരുളി ചെയ്തത്. ആ ജനതയുടെ അരിക്കൽ പോയി, ആ നാട്ടിൽ പോയി അവരോട് പ്രസംഗിക്കണം, അവർക്ക് വിരോധമായി. സ്തോത്രം. അപ്പോൾ യോന ചെയ്തത് റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ടുള്ളൊരു നീക്കമാണ് സ്തോത്രം യോനായുടെ മനോഭാവം. ആമേൻ. അപ്പോൾ ഒന്നാമത് അവിടെ കാണുന്നത് റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത് യോനായ്ക്ക് പറ്റിയത് അവരുടെ ആറ്റിറ്റ്യൂഡ്, റോങ് ആറ്റിറ്റ്യൂഡ് വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തിന് വിരോധമായിട്ടുള്ളൊരു മനോഭാവം. ദൈവത്തിൻ്റെ ഹിതം എന്തുവാ? നിനവെ പട്ടണം രക്ഷിക്കപ്പെടണം. പക്ഷെ അതിന് വിരോധമായിട്ടാണ് മനോഭാവം. മൂന്നാമത്തേതാണ് ആമേൻ റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള തെറ്റായ മനോഭാവം. നാലാമത്തേതാണ് റോങ് ആറ്റിറ്റ്യൂഡ് ടു ദ സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങളോടുള്ള തെറ്റായ മനോഭാവം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ മുമ്പേ ഓർപ്പിച്ചതുപോലെ യോന പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചില്ലേലും എന്താ കുഴപ്പമെന്നുള്ള ചിന്തയാണ് തന്നെ ഭരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ഒരു ചുരുങ്ങിയ മെസ്സേജ് നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കട്ടെ. റോങ് ഡിസിഷൻ പാടില്ല, റോങ് ഡയറക്ഷൻ പാടില്ല, റോങ് ടൈപ്പ് ഓഫ് സ്പെൻഡിങ് പാടില്ല, റോങ് ആറ്റിറ്റ്യൂഡ് പാടില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ആമേൻ റോങ് ആറ്റിറ്റ്യൂഡ് ദ സൊസൈറ്റി, സമൂഹത്തോടുള്ള തെറ്റായ മനോഭാവം, അത് ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. നമുക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധതയുണ്ട്. ആമേൻ. റോങ് ആറ്റിറ്റ്യൂഡ് ദ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതത്തോട് തെറ്റായ മനോഭാവം കാണിക്കാൻ പാടില്ല. റോങ് ആറ്റിറ്റ്യൂഡ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തോട് നമ്മൾ തെറ്റായ മനോഭാവം പാടില്ല. സ്തോത്രം. റോങ് ആറ്റിറ്റ്യൂഡ് സർക്കംസ്റ്റാൻസസ്, സാഹചര്യത്തോടുള്ള തെറ്റായ മനോഭാവം. ആമേൻ.
നമ്മൾ ആരാണെന്ന് ഒന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ പത്രമാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, ഈ മെസ്സേജ്, ആമേൻ, ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ, ആമേൻ, ആ നിത്യത, ആമേൻ, ലക്ഷ്യമായിരിക്കട്ടെ. ആ യാത്രയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. അതിനായി ഒരുക്കി ആമയെ കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസരം തന്ന കർത്താവിൻ്റെ ഭക്തന്മാർക്ക് നന്ദി കരേറ്റിക്കൊണ്ട് ഞാൻ താന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.